ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിൽ വന്നവർക്ക് കിട്ടിയ വോട്ട് നില പരിശോധിക്കുകയാണ്. ഇത് ഇന്ന് രാവിലെ 10 മണിവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇതനുസരിച്ച് അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അനുമോൾ കിട്ടിയിരിക്കുന്നത് 43,760 വോട്ടുകളാണ്. തൊട്ടു പിന്നാലെ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ഷാനവാസുമുണ്ട്. ഷാനവാസിന് 41,350 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇവരിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം. കാര്യം ആ വീട്ടിൽ കണ്ടൻറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് അനുമോളും ഷാനവാസും. അവർക്ക് ഒരുപാട് പ്രേക്ഷകരുടെ പിന്തുണയും ഉണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ വോട്ടിങ്ങിൽ വലിയ മുന്നേറ്റം ഇവർ രണ്ടുപേരും കാഴ്ചവെക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള റെന ഫാത്തിമ കിട്ടിയിരിക്കുന്നത് വെറും 31,900 വോട്ടുകളാണ്. റെന ഫാത്തിമയും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഉള്ള ഒരു വോട്ട് ബേസാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാം സ്ഥാനത്തുള്ള അപ്പാനി ശരത്ത്, നമുക്കറിയാം അയാളും ഒരു ജനപ്രിയനായ ഒരു നടനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബേസ് വോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഈ കിട്ടിയ 28,670 വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പാനിയുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പടയാളിയാണ് അക്ബർ. അക്ബറിനും 26,130 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അക്ബർ ഈ പറഞ്ഞതുപോലെ ശക്തനായ സ്ട്രോങ് ആയിട്ടൊരു മത്സരാർത്ഥിയാണ്. നല്ല കണ്ടൻറ്റുകൾ കൊടുക്കാൻ കഴിവുള്ള, അത്യാവശ്യം ബഹളം വയ്ക്കുന്ന, പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ കഴിവുള്ളൊരു ആളുകൂടിയാണ് അക്ബർ. അപ്പോൾ അക്ബറിന് 26,130 വോട്ട് കിട്ടിയത് അയാൾ അത് ഡിസർവിങ് ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ആറാം സ്ഥാനത്തുള്ള സാബുവിൻ്റെ വോട്ട് അക്ബറിനേക്കാളും നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതായത് 16,600 വോട്ടാണ് സാബുവിനുള്ളത്. അപ്പോൾ സാബുവിന് ഇത്രയും വോട്ട് കുറയാനുള്ള കാരണം സാബു ആ വീട്ടിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സാബു സീറോ ഗെയിം പൊട്ടൻഷ്യലായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാതെ കാണപ്പെടുന്ന ഒരു താരമാണ് സാബു. പിന്നെ ശൈത്യയ്ക്ക് 15,430 വോട്ടുണ്ട്. അനുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതും അനുവായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിച്ചതും ശൈത്യയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ശാരികയ്ക്ക് 14,870 വോട്ടുകളോടെ 8ാം സ്ഥാനത്താണ് തുടരുന്നത്. ശാരികയും ഈ പറഞ്ഞതുപോലെ വലിയ കണ്ടൻറ്റൊന്നും അവിടെ കൊടുക്കുന്നില്ല. ആകപ്പാടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വിളിച്ച് ഹോട്ട് സീറ്റാണെന്ന് പറഞ്ഞിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലാതെ വലിയ കണ്ടൻറ്റൊന്നും കൊടുക്കാത്തൊരു താരമാണ് നമ്മുടെ ശാരിക എന്ന് തോന്നിയിട്ടുണ്ട്. 14,870 വോട്ടാണ് ശാരികയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള കലാഭവൻ സരിക 13,400 വോട്ടുകളോടെയാണ് നിൽക്കുന്നത്. കലാഭവൻ സരികയുടെ നില പരിഗണനയിലാണ്. കാര്യം അവർ ആക്റ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടി, നോമിനേഷൻ വന്നതിന് ശേഷം ആക്റ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ കിടന്ന് എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചു കൂടുന്നതല്ലാതെ വ്യക്തമായ ശക്തമായ കണ്ടൻറ്റുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സരികയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ്. എന്തായാലും ഇനി വോട്ട് നിലയിൽ വലിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. കാര്യം നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ കാത്തിരുന്ന് കാണാം ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്ന്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും വോട്ടിംഗ് നിലവാരത്തിനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.